അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു വഴി ഞാൻ പറയാം. നിങ്ങൾക്ക് അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്നറിയാൻ ടെസ്റ്റ് ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനൊരു വഴി പറഞ്ഞു തരാം. ആരാ പറയുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മദീനത്ത് മസ്ജിദ് നബവിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ പച്ചക്കുബ്ബയുടെ അടിയിൽ ഇങ്ങനെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുമ്പോ ആ പ്രവാചകന്റെ റൗളയ്ക്കകത്ത് കൂടെ കിടക്കുന്ന രണ്ട് സ്വഹാബികളുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടയാളം പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ തങ്ങൾ പറഞ്ഞു തരുന്ന അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു പോവുകയാ. ഉമർ തങ്ങൾ പള്ളിയിലേക്ക് സുബഹി ജമാഅത്തായി നമസ്കരിക്കാൻ കടന്നു പോവുകയാണ്. അല്ലാഹുവേ, പള്ളിക്കകത്തേക്ക് കടന്നു ചെന്നു. അവിടെ ഇഖാമത്ത് കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇമാമത്ത് നിൽക്കുകയാ. അതാ സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കയറി നിന്നിട്ടു ഉമർ തങ്ങൾ അവിടെ നിന്ന് കൈകെട്ടുകയാണ്. അവിടെ നിന്ന് ഫാത്തിഹ ഓതി. എന്നിട്ട് പടച്ചവനെ സൂറത്തു ത്വാഹ പാരായണം ചെയ്യുകയാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് സുബഹി നമസ്കാരത്തിന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സൂറത്തു ത്വാഹ ഓതുകയാ. താഹ എന്ന് പറയുന്ന സൂറത്തും ഉമർ തങ്ങളും വല്ലാത്ത ഒരു ബന്ധമാണ്. ഉമറിന്റെ ജീവിതത്തിൽ മാറ്റത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ചത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ത്വാഹയാ. ആ ഉമർ തങ്ങൾ പള്ളിയിൽ വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ നിന്നുകൊണ്ട് സൂറത്തു ത്വാഹ ഓതിയിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, വിഷം കടർത്തിയ കടാരയുമായി പള്ളിക്കകത്തേക്ക് കടന്നു വരികയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്നവരുടെ മുന്നിലൂടെ നടന്നു വന്നു ഇമാമായി നിൽക്കുന്ന ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടെ നിന്ന് കത്തിയങ്ങ് കുത്തിക്കേറ്റുകയാ. സുബഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ തങ്ങളുടെ ചാരത്ത് പള്ളിക്കകത്ത് കയറി വന്നിട്ട് കടാര കൊണ്ട് ഇമാമിന്റെ അടിവയറ്റിലേക്ക് കുത്തിക്കേറ്റി. അവിടെ നിന്ന് ഊരി കുത്തി. എന്നിട്ട് ഈ മനുഷ്യൻ ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോ നിസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികൾ, 17 ആണും 7 ആണെന്നും പറയുന്നു, സ്വഹാബികളെ കുത്തി തറയിലിട്ടിട്ട് ഇറങ്ങിപ്പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അത്രയും പേരെ കുത്തി ഇമാമ് തന്റെ അടിവയറ്റിൽ കുത്തുകൊണ്ടിട്ട് രക്തം ഇങ്ങനെ ഒഴുകുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാള് പോലും കൈയഴിച്ചില്ല. അതാ മനസ്സിലാക്കണ്ടേ. ഖലീഫയാണ്, ഇമാമാണ്. ഇമാമിന്റെ അടിവയറ്റിലേക്ക് കത്തി കുത്തിക്കേറ്റിയിട്ട് ഇമാമ് പെടയുകയാ. തന്റെ ചാരത്ത് നിന്ന് നിസ്കരിച്ച സ്വഹാബികൾ താഴെ കിടന്ന് പിടയുമ്പോ ആ പള്ളിക്കകത്ത് കൈകെട്ടിയിരുന്ന ഒരൊറ്റ സഹാബി പോലും, എന്തിന്, സാക്ഷാൽ ഉമർ തങ്ങളുടെ മകൻ പോലും കൈയഴിച്ചില്ല. അവരാക്കപ്പന്നെ നിന്നു, ഒരാളും കൈയടിച്ചില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്നെ കൊണ്ട് ഇമാമത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുറകെ നിൽക്കുന്ന ആളോട് കയറി ഇമാമത്ത് നിൽക്കാൻ, പുറകിൽ നിൽക്കുന്ന ആളോട് കയറി ഇമാമത്ത് നിൽക്കാൻ അവിടുന്ന് സ്വഹാബത്ത് പറയുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണെന്ന് തോന്നുന്നു. പുറകിൽ നിന്ന് സ്വഹാബി മുന്നോട്ട് കയറി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞു വീഴുകയാ. ആ സ്വഹാബിയുടെ കാലിന്റെ ചുവട്ടിൽ കിടന്ന് മരണപ്രാളത്തിൽ പിടയുമ്പോ ഒരാള് പോലും കൈയടിച്ചില്ല, ഒരാളും ഇറങ്ങി ഓടിയില്ല. കാരണം അവര് നിൽക്കുന്നത് ആരുടെ മുന്നിലാ? നമസ്കാരമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചോ? ഒരൊറ്റ മനുഷ്യനും കൈയടിക്കാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? അവരാരുടെ മുന്നിലാ നിൽക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ മുന്നിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് എന്തേ റബ്ബിനോട് പറയുന്നതെന്നറിയോ? ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി
ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. കൈകെട്ടിയിട്ട് നീ പറയുന്ന വജ്ജകത്തുവിന്റെ അർത്ഥം നിനക്കറിയുമോ സഹോദരാ? അതിന്റെ അർത്ഥം അങ്ങാടം നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ കളിക്കില്ലടാ. നമസ്കാരത്തിൽ നിന്ന് ചിരിക്കില്ല, നമസ്കാരത്തിൽ നിന്റെ ഹൃദയം ഇങ്ങനെ പറന്നു നടക്കൂല. പഠിച്ചവനെ എല്ലാവരും ഉമർതങ്ങൾ പിടഞ്ഞു വീണു. ആ സ്വഹാബി പെട്ടെന്ന് പെട്ടെന്ന് നമസ്കാരം പൂർത്തീകരിച്ചു. ഉമർതങ്ങൾ ഇങ്ങനെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഉമർതങ്ങൾ ഇങ്ങനെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ. ഓരോ സ്വഹാബികൾ അടുത്ത് വരുന്നുണ്ട്, ഉമർതങ്ങളെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഉമർതങ്ങളോട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഉമർതങ്ങൾ ഇങ്ങനെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. യാ അമീറുൽ മുഅ്മിനീൻ ബിബുശ്റാലക. ഉമർ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, ഉമറേ എന്തിനാണ് ഉമറേ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ. മരണത്തോട് മല്ലടിക്കുന്ന ഉമർ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ പോയ മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ തലവെട്ടാൻ പോയവനാണ്. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലോ, അല്ലാഹു നിങ്ങളെ ഹിദായത്ത് നൽകിയില്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് മുസ്ലിം ആകാനുള്ള ഭാഗ്യം കിട്ടിയില്ലോ. പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന സ്വഹാബിയായില്ലോ, ഇസ്ലാമിന്റെ ഖലീഫയായില്ലേ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയല്ലേ. ഉമറേ, അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യമെന്നറിയുമോ? ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാ. യുദ്ധം ഹറാമാക്കപ്പെട്ട നാട്ടിലോ ഈ മദീനത്ത് കിടന്നിട്ട് ഷഹീദാകാം നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയില്ലേ? ഇതിനെക്കാളും നിങ്ങൾക്ക് എന്തേ വേണ്ടത്? ഈ ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോ ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. സന്തോഷം കാരണം അവിടെ നിന്ന് കരയുകയാ. ഇങ്ങനെ മനസ്സ് കുളിർമയുണ്ടാകുന്ന വാക്കുകൾ പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരെ തിരിച്ചു നടക്കുകയാണ്. മരണത്തോട് മല്ലടിക്കുന്ന ഉമറിനോട് നിന്നെക്കാളും ഭാഗ്യമുള്ള ഏത് മനുഷ്യനാ ഉമറേ ഉള്ളത്? ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യനല്ലോ. ഉമർ തങ്ങളെ സമാധാനിപ്പിച്ചിട്ട് ഈ ചെറുപ്പക്കാരെ തിരിച്ചു നടക്കുമ്പോ ഉമർ തങ്ങളൊരു രംഗം കാണുകയാ. ഉമർ തങ്ങളൊരു കാഴ്ച കാണുകയാ. ആ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചെറുതായിട്ടങ്ങ് എഴുന്നേൽക്കുകയാ. കൈകുത്തിയിട്ട് എഴുന്നേൽക്കുകയാ. എന്നിട്ട് വിളിക്കുന്നു, യാ ബുനയ്യാ, പൊന്നുമോനെ ഒന്ന് നിൽക്കടാ പൊന്നുമോനെ. ആ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്, ആ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയോ? മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒത്തിക്കോ. ഒന്നേന്തതാ ഇൽമെന്ന് പറഞ്ഞാൽ കേട്ടിട്ട് കളയാനുള്ളതല്ല, ചെയ്തു പോകണം. മുണ്ട് നല്ലതുപോലെ പൊക്കി ഉടുത്തിക്കോ, ഇല്ലെങ്കിൽ അള്ളാഹുടെ സ്വർഗം നീ സ്വപ്നത്തിൽ പോലും കാണണ്ട. അതിന്റെ പരിമളം 500 വർഷത്തെ വഴിദൂരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 500 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് തിരുവനന്തപുരം വരെ. അപ്പൊ 500 വർഷത്തെ വഴിദൂരം വരെ സ്വർഗത്തിന്റെ വാസന അടിക്കൂണ. അതുപോലും നിനക്കൊന്നും ശ്വസിക്കാൻ യോഗ്യത ഉണ്ടാകില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ നാണം കെട്ടവനെ പോലെ കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗം അഹങ്കാരമുള്ളവരാ.
വികാരമുള്ളതിന്റെ അടയാളമാണ്. പെണ്ണുങ്ങളൊക്കെ റോഡിൽ ചിലരൊക്കെ എന്തിനാ ഇപ്പൊ പള്ളിയിലെ മോദിനെ കൊണ്ട് പള്ളി തൂപ്പിക്കണം, മുറ്റത്തൂടെ 2 റൗണ്ട് നടത്തിയാ പോരെ. വെള്ളിയാഴ്ച വരുന്നവനെ കൊണ്ട് ഇതിലെ 2 റൗണ്ട് നടത്തി കഴിഞ്ഞാൽ മക്ബറയുടെ മുന്നൊക്കെ വൃത്തിയാകും. കാരണം ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കാം. പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ, പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല, ഫർദ ഇങ്ങനെ തറയിലിട്ട് വലിച്ചുകൊണ്ട് നടക്കും. വവ്വാലുകളെ പോലുള്ള ഫർദയാണല്ലോ ഇപ്പൊ. പിന്നെ അങ്ങനത്തെ ഇങ്ങനെ നിന്നാ മതി, അത് ഇട്ടുകൊണ്ട് നടക്കാം. പട്ടി നടക്കുന്നിടത്തും സർവ്വ നജസുകൾ കിടക്കുന്നിടത്തുകൂടെ വലിച്ചടിച്ചുകൊണ്ടിരിക്കും, അതും കൊണ്ട് നിസ്കരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതിപ്പോ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ? പറഞ്ഞു ഇഷ്ടപ്പെടാത്ത പോലെ ഒരു ഗൗരവം ഉള്ളത് പറയുമ്പോ അങ്ങനെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ വിഭാഗം ഒന്ന് പറഞ്ഞപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് പറയുമ്പോ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കണേ. അങ്ങനെയാണെങ്കിൽ തന്നെ തല്ലണ്ട് വരും, കുഴപ്പമില്ല. ഒന്ന്, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി റളിയല്ലാഹു തആല അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ് അലാ തസ്തഅമിലുനി ഖാല ഫളറബ ബിയദിഹി അലാ മൻകിബി. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ വിഭാഗമാണെന്നറിയുമോ? ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ വിഭാഗം, ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നീ പൂർത്തീകരിക്കണം, വിട്ടുവീഴ്ച വരുത്താൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഉത്തരവാദിത്തം എത്തിയ പള്ളിയിലെ ഇമാം എന്ന് പറഞ്ഞാൽ ഇമാമായിരിക്കണം. പള്ളിയിലെ ഇമാം എന്ന് പറഞ്ഞ സദർ എന്ന് പറഞ്ഞാൽ സദറായിരിക്കണം. പള്ളി കമ്മിറ്റിയിലെ പ്രസിഡന്റും സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ സെക്രട്ടറിയും പ്രസിഡന്റും തന്നെ ആയിരിക്കണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തം പരിപൂർണമായി നീ പാലിച്ചിരിക്കണം. ഇല്ലാത്തവൻ ഈ പണിക്കിറങ്ങരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോ ഇന്നത്തെ അവസ്ഥയൊക്കെ പള്ളി പരിപാലനമൊക്കെ പറയാതിരിക്കാനാ നല്ലത്. പള്ളിയുടെ പരിപാലനം എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ പ്രസിഡന്റ് ആകാന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പവറാചാരർക്കൊക്കെ. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇവിടുത്തെ പ്രസിഡന്റ് ആരാണെന്ന് എനിക്കറിയില്ല. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ആരാണെന്ന് നിങ്ങളാ? ഇവിടെ ഇലക്ഷൻ ഉണ്ടോ? ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഇങ്ങനെ രണ്ടും ഉണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. രക്ഷപ്പെട്ടു കേട്ടാ. ദയവ് ചെയ്ത ഇലക്ഷൻ ഒന്നും നടക്കും. നിങ്ങളുടെ ചില പള്ളികളിൽ തെരഞ്ഞെടുപ്പാന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുക്കണ പോലെ. അർഷാദ് ഉണ്ടോ? അർഷാദ് ഉണ്ടായിരുന്നല്ലോ, പോയാ? അർഷാദ് ആരിക്കാടി എന്തോ എന്റെ പേര്, അർക്കാടിയോ? ഓനൊക്കെ സമാധാനമില്ല, അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഒക്കെ ഡേറ്റിന് വേണ്ടി രാവും പകരം നടന്നയാ. ഓനിതൊരു പെണ്ണ് കെട്ടിയിട്ടില്ല. അള്ളാഹു സാലിഹത്തായൊരു പെണ്ണിനെ കൊടുത്ത് അനുഗ്രഹിക്കുമാണ്. ഞാൻ എപ്പോഴും കാണുമ്പോൾ എല്ലാവരും ലൈവായില്ലേ, പാവപ്പെട്ടന്റെ കഞ്ഞി കാറ്റെടുത്തില്ല. എപ്പോഴും കാണുമ്പോൾ പറയും കല്യാണം കഴിക്കണം. അല്ല, അൽഹംദുലില്ലാ, അള്ളാഹു ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അടുത്ത ഉറൂസിന് മുമ്പ്, ഇനിയിപ്പോൾ 2 കൊല്ലം ഉണ്ടല്ലേ ഉറൂസിന്, അള്ളാഹു എത്രയും പെട്ടെന്ന് മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. തെരഞ്ഞെടുപ്പിന് നടക്കുമ്പോൾ പൈസ കൊടുക്കണമല്ലോ. നമ്മളിപ്പോ മറ്റേ ടീമോ പൈസ കൊടുക്കണത് മൊബൈൽ ഇതുപോലെ തന്നെ പോയിട്ട് 500 എനിക്ക് തന്നെ വോട്ടിടണം. ഏത് പ്രസിഡന്റിനാടാ ശമ്പളം ഉള്ളത്? ഏത് പ്രസിഡന്റിനാ, സെക്രട്ടറിക്ക് ആ ശമ്പളം ഉള്ളത്? പണ്ടുള്ള ആൾക്കാർ പോയിട്ട് ചില കാരണവന്മാരോട് പറയും, ഹാജിയാരെ നിങ്ങൾ പള്ളിയുടെ പ്രസിഡന്റ് ആകണം. എനിക്ക് വയ്യ. ഇന്നോ അങ്ങോട്ട് പോയിട്ട് പറയാ എനിക്കിതാ. കാരണം എന്തെന്നറിയോ? ഇവിടെ പള്ളി എന്ന് പറയുന്നത് കളിയും തമാശയിൽ, അധികാരം എന്ന് പറയുന്നത് തേടി പോകാനുള്ളതല്ല, തേടി വരാനുള്ളതാണ്. പണ്ടുള്ളവര് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ചെരുപ്പ് കൊണ്ടുപോയിട്ട് പള്ളിയുടെ ഗേറ്റിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തട്ടും. കാലിയിട്ടിരിക്കണ ചെരുപ്പ് ഇങ്ങനെ തട്ടും. എന്തിനാ? അടി പറ്റിയിരിക്കണ മണ്ണ് പള്ളിയുടെ മണ്ണ, അത് വെളിയിൽ കൊണ്ടിട്ട് അള്ളാനോട് കണക്ക് പറയണമെന്ന് പേടിച്ചിട്ട് തട്ടിയിട്ട് പോകും. പള്ളിയുടെ വഞ്ചിപ്പെട്ടിക്കകത്തുനിന്ന് വാരുമ്പോ പോലും ഇപ്പൊ തോന്നാറില്ല പലർക്കും. അമാന പറയാതിരിക്കൽ നിങ്ങൾ അറിയണം. പള്ളി കമ്മിറ്റിക്കാര് നിങ്ങൾ തീക്കട്ടയുടെ മുകളിലാണ് ഇരിക്കുന്നത് എന്നുള്ള ഓർമ്മ വേണം. എന്തെന്നറിയോ? മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഓഫീസ് റൂമിൽ ഇരിക്കുകയാ, ഖലീഫയാ. ഉമർ തങ്ങൾ ഓരോ പ്രസിഡന്റിനും പഠിക്കേണ്ട കഥയായത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഓഫീസിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു കുടുംബക്കാരൻ കേറി വന്നു. ഉമർ തങ്ങൾ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം കണച്ചു. കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കണച്ചോ. ഇരുട്ടായി റൂമിനകത്ത്. ഈ മനുഷ്യൻ ചോദിച്ചു, എന്തേ ഉമറ, നീ എന്നെ കളിയാക്കുകയാണോ? എന്തിനാ ഈ വിളക്കണച്ചത്? ഞാൻ നിന്റെ അടുക്കൽ വരുന്നത് ഇഷ്ടമായില്ല, എന്തിനാ വിളക്കണച്ചത്? ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇത് പൊതുസ്വത്താ,
ജനങ്ങളുടെ പൈസ കൊണ്ട് വാങ്ങിച്ച എണ്ണ വെച്ചാ ഇവിടെ വിളക്ക് കത്തിക്കുന്നത്. നീ കുടുംബക്കാര്യം പറയുമ്പോ ഇത് കത്തിച്ചു വെച്ചാൽ നാളെ നരകത്തി കിടക്കേണ്ട വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. പച്ച മലയാളത്തിൽ പറഞ്ഞ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുമ്പോ നിന്റെ കുടുംബക്കാരൻ കല്യാണം വിളിക്കാൻ വന്ന പ്രസിഡന്റ് അപ്പം ഫാൻ ഓഫ് ആക്കണം. അള്ളാഹു മാറാകട്ടെ. ഇതിനർത്ഥതാ കമ്മിറ്റി പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോ ഫാനോ എസി എന്തോ ഇട്ടോ. പക്ഷെ കുടുംബക്കാര്യം പറയുമ്പോ നരകം ഓർമ്മ വരണം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതാരോടാ പറയണേ? പള്ളിയുടെ മൂത്രപ്പരയുടെ മുന്നിലിട്ടിരിക്കണ ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക. എന്തിനു? അടിച്ചോണ്ട് പോകാതിരിക്കാൻ. എടാ, ഈ മൂത്രപ്പരയുടെ മുന്നിൽ കിടക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടുന്ന എന്തിനാ? അതും പള്ളിയുടെ ചെരുപ്പാന്ന് അറിയാതിരിക്കാൻ. എല്ലാവർക്കും അറിയാം അത് പള്ളിയിലതാണ്. പള്ളിയുടെ മൂത്രപ്പരയിലെ കപ്പ് കയറി കെട്ടിയിട്ടിരിക്കുക. എടുത്തോണ്ട് പോകാം. നമ്മുടെ അമാനത്തിതാ. നമ്മുടെ അവസ്ഥ ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ലോ, സത്യല്ലേ? അതെന്തിനാ അപ്പൊ കെട്ടിയിട്ട്? ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. താഴെ വീഴാതിരിക്കാനായിരിക്കും എന്നൊക്കെ സമാധാനത്തിൽ കരുതാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെ പേടിപ്പെടുത്തിയതൊന്നുമല്ല, ഓർമ്മപ്പെടുത്തിയതാ. അള്ളാഹു പറഞ്ഞത് എന്തെന്നറിയുമോ? ഇന്നമായ ഉമ്മുറു മസാജിദ് അല്ലാഹ്. ഈ ആയത്തിന്റെ അർത്ഥം അറിയുമെങ്കിൽ ഒരൊറ്റ ഒരെണ്ണത്തിനെ കാണത്തില്ല മത്സരിക്കാൻ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്തിന്റെ അർത്ഥം അറിഞ്ഞാ പിന്നെ ആരെയും കിട്ടൂല. ഇന്നമായ ഉമ്മുറു മസാജിദ് അല്ലാഹ്. അള്ളാഹു പറയുകയാ, എന്റെ പള്ളി, എന്റെ വീട് പരിപാലിക്കേണ്ടത് ആരെന്നറിയോ? എന്റെ വീട് പരിപാലിക്കേണ്ടവൻ ആരെന്നറിയോ? അവൻ എന്നെ കൊണ്ട് വിശ്വസിച്ചവനാകണം. അല്ല ഉണ്ടെന്നവൻ വിശ്വസിക്കണം. 2, അല്ല പറഞ്ഞത് 5 നേരം നിസ്കരിക്കുന്നവനാകണമെന്നല്ല. 5 നേരം നിസ്കരിക്കുന്നവനാകണമെന്നല്ല. അല്ല രണ്ടാമത് പറഞ്ഞത്, 1 ഞാനുണ്ടെന്ന് വിശ്വസിക്കണം. 2 മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. എന്റെ മുന്നിൽ വരുന്ന ഒരു ദിവസം ഉണ്ടെന്നും കൂടെ നീ വിശ്വസിക്കണം. എടാ, എന്റെ വീട് പരിപാലിക്കുന്ന നീ എന്നെ കൊണ്ടും വിശ്വസിക്കണം. എന്റെ മുന്നിൽ നിന്നെ ഞാൻ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു ദിവസം ഉണ്ടെന്ന് നീ ഓർത്തു വെച്ചോ. അല്ല ഓർമ്മപ്പെടുത്തുകയാ. അതാണ് പള്ളി. കളിക്കരുത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടുത്തെ സർവ്വ ഖാദിമീങ്ങൾ, ഒരുപാട് പള്ളികളുടെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ അള്ളാഹുവിന്റെ ഭവനമാണെന്നുള്ള ചിന്തയോടെ പരിപാലിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ഒന്നുകിൽ ഈ പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകാം, അല്ലെങ്കിൽ നരകത്തിൽ പോകാം. അള്ളാഹു സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ ഞാൻ പള്ളി പരിപാലനം പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഓരോ മനുഷ്യനുടെയും ഉത്തരവാദിത്തങ്ങൾ നല്ലതുപോലെ നീ പാലിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാ, നിങ്ങൾ എല്ലാവരും ഒരു ഭരണാധികാരിയാ. ഈ ഇരിക്കണ വാപ്പമാർ, ഈ ഇരിക്കണ സഹോദരങ്ങൾ, നിങ്ങൾ പലരും ഒരു ഭരണാധികാരിയാ. എവിടെവാ നിങ്ങൾ ഭരിക്കുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനമല്ല. ഏതെങ്കിലും മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ സഹമന്ത്രിയോ MLA യോ MP യോ ഒന്നുമല്ല. നിങ്ങൾ എവിടെയാണ് പരിപാലിക്കുന്നതെന്നറിയുമോ? നിന്റെ ഭരണം നടക്കുന്നത് നിന്റെ വീട്ടിലാണ്. നിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അവസാന പ്രഭാഷണത്തിൽ ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് ഓർമ്മപ്പെടുത്തി, സ്വഹാബാ ഇത്തഖുല്ലാഹ ഫിന്നിസാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണേ. ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് പറയുകയാണ്, അല്ലാഹു നിനക്ക് അമാനത്തായി ഏൽപ്പിച്ചിരിക്കുകയാണ്. നിന്റെ ഭാര്യ, നിന്റെ മക്കള്. നീയല്ലേ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, നീയല്ലേ സർവ്വതും വാങ്ങിക്കൊടുക്കുന്നത്. നീ നിന്റെ ഭാര്യയും മക്കളെയും നിന്നെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ്. അതുകൊണ്ട് നീ നിന്റെ ബാധ്യത നീ പാലിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ റസൂലുള്ളാഹി പറയുന്നു, ലാ യദ്ഖുലൂനൽ ജന്ന. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കാത്ത ചില വിഭാഗത്തെ കുറിച്ച് പ്രവാചകൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പരലോകത്തിലെ നിന്യനാരെന്നറിയോ? പരലോകത്തിലെ നാണം കെട്ടവനാരെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന ചില വാപ്പമാരാ. ചിലപ്പോ താടിയുണ്ടാകാം, തഴമ്പുണ്ടാകാം, ഹജ്ജ് ചെയ്തവനാകാം, പ്രസംഗിക്കുന്നവനാകാം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന നാളെ പരലോകത്ത് കടന്നു വരുമ്പോ അല്ലാഹു നോക്കൂല. അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടമില്ല. അല്ലാഹു അവരോട് സംസാരിക്കാറില്ല. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ നാണം കെട്ടവരെ പോലെ കടന്നു വരുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയോ?
വാപ്പാ പേടിക്കണം, വാപ്പാ. ചെറുപ്പക്കാരാ പേടിക്കണമടാ ചെറുപ്പക്കാരാ. തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടോ ഇത് തെറ്റാണെന്നറിഞ്ഞിട്ട് തിരുത്താത്ത ഉപ്പാ, അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പരലോകത്തിലെ രണ്ടാമത്തെ നിന്ദ്യൻ, നിസാരൻ, വൃത്തികെട്ടവൻ ഇതിനകത്തിരിപ്പുണ്ട് ചില വാപ്പമാര്. തന്റെ പെണ്ണും പിള്ളയും മക്കളും ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, എന്നാലും ഒരു കുഴപ്പമില്ല, നീയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. നമുക്കറിയാം, നമ്മള് നിസ്കരിക്കും, നിങ്ങളൊക്കെ നിസ്കരിക്കും, ഞാൻ നിസ്കരിക്കില്ല എന്ന് പറയില്ല. നിങ്ങൾ എല്ലാവരും നിസ്കരിക്കും. പക്ഷെ നിങ്ങളുടെ ഭാര്യ നിസ്കരിക്കോ? നിങ്ങളുടെ മക്കളെ നിസ്കരിക്കോ? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായവനെ നിസ്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണോടാ മക്കളെ? ഉറക്കപ്പറയുടെ കാശൊന്നും കൊടുക്കണ്ട. എന്ത് ചെയ്യണം? നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? നിങ്ങളും മിണ്ടാതിരിടാ, വാപ്പമാര് പറയട്ടെ. ഇനി പറഞ്ഞേ എന്ത് ചെയ്യണം? കമ്മിറ്റിക്കാര് പറഞ്ഞ എന്ത് ചെയ്യണോപ്പാ? പ്രസിഡന്റ് തല്ലണം. എന്ത് വേണം? തല്ലണം. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പുണ്ടെങ്കിൽ ഈ മക്കാവിന്റെ മുന്നിൽ ഇരുന്നൊന്ന് കൈപൊക്കിക്കേ. മക്കള് തിരിഞ്ഞു നോക്ക, ആരാ പൊക്കിയത്? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലി ഏതെങ്കിലും ഒരു വാപ്പ. ഈ പറഞ്ഞതിനർത്ഥം നിന്റെ മക്കൾ 5 നേരം നിസ്കരിക്കുന്നവരാണെന്ന് അറിയണ എനിക്ക് വട്ടൊന്നുമില്ല. അങ്ങനെ എന്തിക്കാ? ഞാനും ചോറാ തിന്നണേ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാ. തല്ലണം എന്ന് പറഞ്ഞാൽ തല്ലൂല്ല, ആവശ്യമില്ലാത്തതിനൊക്കെ തല്ലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബറക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാ റജബ്. അള്ളാഹിനോട് ബറക്കത്ത് ചോദിക്കണം. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ, അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ബറക്കത്ത് വേണോ? ബറക്കത്ത് വേണോ? നിങ്ങൾക്ക് വേണമെങ്കിൽ വേണം, എനിക്ക് വേണ്ടത് ഞാൻ ചോദിച്ചോളാം. നിങ്ങൾക്ക് വേണോ? വേണം. വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചാൽ മതി. മക്കൾ നിസ്കരിക്കാത്തവനെ തല്ലാൻ പറഞ്ഞു കൊടുത്തിട്ട് അനുസരിക്കാത്തവനെ തല്ലി നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുണ്ടോ? അള്ളാഹു നിന്റെ വീട്ടിൽ ബറക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്ത് വെട്ടിവെച്ച പറയട? എന്ത് വെട്ടിവെച്ചാ? ഉണ്ടോ? ഉണ്ടോ? TV ഉണ്ടോ? 2 കൈയും പൊക്കും നിങ്ങൾ, എനിക്കറിയാം. മനസ്സിലാക്കേണ്ടത്. ചിരിച്ചോ? അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്യുന്നത് തെറ്റാണെന്നറിയാം. ഇരിക്കണ വാപ്പമാരിപ്പോ വഴുത് കഴിഞ്ഞു. ഈ വഴുത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ നോക്കണം. ഈ വഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന രംഗം കണ്ട ഈ ഇരിക്കണ പല ആണുങ്ങളും ഈ മുണ്ടെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വഴുത് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ ഇതൊരു ഉടുത്ത, 2ഉം കൂടെ പൊക്കിയിട്ടൊരു ഉടുത്ത, ഇങ്ങനെ ഉടുത്തിട്ടാ പോണേ. വാപ്പാന്റെ തൊട നാട്ടുകാർ മൊത്തം കാണണം. ഈ ചിരിക്കണ ഈ പ്രായമുള്ളവർ വഴുത് കഴിഞ്ഞിട്ട് ചില ചെറുപ്പക്കാരുടെ ഒക്കെ ഉടുത്ത് കാണണം. ഇങ്ങോട്ട് ഉടുത്തിയിട്ട് നിങ്ങൾ വിചാരിക്കില്ലേ പട്ട, ഈ പൊക്കി ഉടുത്തിയിട്ട് ഇങ്ങനെ പോകും. ഇങ്ങനെ ഇറച്ചിക്കടയിൽ തൂക്കിയിട്ടിരിക്കണ കാല് പോലെ ഇങ്ങനെ ഉപ്പാന്റെ ഔറത്ത് ഇങ്ങനെ നാട്ടുകാർ കണ്ടോ കണ്ടോ, ആമീന ആയിഷ കണ്ടോ, ഇങ്ങനെ അടിച്ചുകൊണ്ട് നടക്ക വാപ്പ. ഈ മനുഷ്യനറിയാം മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്ന് അറിയില്ലേ? അറിയില്ലേ? പിന്നെന്താ, ഇത് കുഴപ്പമൊന്നുമില്ല, നാട്ടുകാർ കാണട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അതുപോട്ടെ. ഈ കുട്ടികളോ? ഈ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെറുപ്പക്കാരുടെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ. കീറിയ പാന്റെ ഓർമ്മിട്ടിരിക്കണ നല്ലവൻ, അവന്റെ തൊട നാട്ടുകാരെ കാണാൻ കീറിയിട്ടിരിക്കുക. പൈസ കൊടുത്തിട്ട് അവന്റെ ദാരിദ്ര്യം അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. ഞങ്ങളുടെ നാട്ടിലൊക്കെ യാചിക്കാൻ വരുന്നവൻ ഇത് കീറിയിട്ടിട്ടാ വരണ. കാരണം ഫക്കീർ, മിസ്കീൻ, ഒന്നും ഇല്ലാത്തവൻ. ഇവനോ 2000-ന്റെ പാന്റ് വാങ്ങിച്ചിട്ട് കീറിയിട്ടിരിക്കുക, ദരിദ്രവാസി. അള്ളാഹുവിന്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. അവന്റെ വാപ്പായ്ക്ക് ഇത് കാണുമ്പോഴെങ്കിലും അള്ളാഹു നല്ലൊരു പാന്റ് വാങ്ങിച്ചു കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കുമാറാകട്ടെ. ചില മക്കളുടെ മുടി വണ്ടിയുടെ ഉടമ പൊക്കോ, സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കും, പെട്ടെന്ന് പോയി. വഴിയിലെ തടസ്സം മാറ്റി കൊടുത്താൽ സ്വർഗത്തിൽ പോകാന്നല്ലേ? പെട്ടെന്ന് പോയി മാറ്റിക്കൂടെ. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ചില കുട്ടികളുടെ മുടി കണ്ടിട്ടുണ്ടാ? ഓന് പോകുമ്പോ ആണാണോ പെണ്ണാണോ എന്ന് അത്ഭുതമാ. കണ്ട ഇങ്ങനെ മുടി വളർത്തിരിക്ക. ഉപ്പളയിൽ ഞാൻ ഉണ്ടില്ലേ, ഉപ്പളയിൽ ഒരു കടയിൽ പോയി. ഉപ്പളയിൽ ഒരു കട മുടി വെട്ടാൻ പോയിരിക്കുമ്പോഴത്തേക്ക് ഫർദ ഇട്ടുകൊണ്ട് 2 താത്താമാര് വന്നു. ഒരു 5, 6, 7 വയസ്സ് വരും. ഓൻ ബംഗാളിയോട് പറഞ്ഞു കൊടുക്ക ഇങ്ങനെ വെട്ടാൻ. ഞാൻ ഇങ്ങനെ നോക്കി, റബ്ബേ ഇവിടെ എന്താ നടക്കണേ? അപ്പോഴും ഉമ്മ കയ്യിൽ ലായിലായില്ലെന്നാ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉമ്മ ലായിലായില്ല. മുസ്തഫ നീ ഉണ്ടായിരുന്നില്ലടാ?
ഞാൻ ആ കടയുടെ ഉടമയോട് പറഞ്ഞ ആ ബംഗാളിയോട് ഞാൻ ചോദിച്ചു, എനിക്ക് അറിയുന്ന ഹിന്ദി വെച്ചിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ എന്നാ ചെയ്യാനാ ഉസ്താദ് കാണിക്കണത് വെട്ടിക്കൊടുക്കേണ്ടത് തന്നെ? പോയിട്ട് പെണ്ണുങ്ങളുടെ മുടി ചീക വെക്കണ പോലെ ചീപ്പ് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് അതിര് വെട്ടുക, പള്ളിയുടെ പറമ്പ് കവർ വെട്ടണ പോലെ വെട്ടും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊക്കെ ഔറത്ത് മറയ്ക്കുന്നവരാ, നിങ്ങളുടെ മക്കളും ഔറത്ത് മറയ്ക്കുന്നവരാ. റോഡിലിറങ്ങില്ല. ഇപ്പൊ ഹിജാബൊക്കെ വലിയ വിഷയമായിരിക്കുക. ഹിജാബിനെ കുറിച്ച് മുസ്ലിമീങ്ങൾ മൊത്തം ചർച്ച ചെയ്യണത്. ഹിജാബിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, ഹിജാബിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ആര്? അവന്റെ പെണ്ണുമ്പിള്ള ഇന്ന് വരെ ഹിജാബ് ഇട്ടിട്ടില്ല, അവനാ പ്രസംഗിക്കണത്. നീ വയലു പറഞ്ഞ ഈ പ്രസംഗിക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ, എടാ ഹിജാബ് ഹിജാബ് എന്ന് പറഞ്ഞ് നീ വയലു പറയുന്നല്ലോ, നിന്റെ പെണ്ണുമ്പിള്ള ഹിജാബ് ഇടുവോ? നിന്റെ പെണ്ണുമ്പിള്ള തലയിൽ കൂടെ ചുറ്റിക്കൊണ്ട് നടക്കല്ലേ ഇങ്ങനെ തലയിൽ കൂടെ? ഇപ്പൊ ഇതാ എല്ലാരും വിചാരിച്ചിരിക്കണത് ഇങ്ങനെ ചുറ്റിക്കെട്ടി ഒരു ഇങ്ങനെ ഇട്ട് ഇങ്ങനെ നടക്കുന്നതിനാ ഹിജാബ് എന്ന്. ഇതിനാണെന്നൊരു ധാരണയുണ്ട്. ആദ്യ ഹിജാബ് എന്താണെന്ന് നീ ഇപ്പോൾ പഠിക്ക്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളൊക്കെ ഉറത്തു മറയ്ക്കുന്നവരാ. പക്ഷെ വീട്ടിൽ പോകണം കേട്ടാ. വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിന്റെ മോൻ 18ഉം 20ഉം വയസ്സുള്ള നിന്റെ മോൻ, വീട്ടില് മോനും ഉണ്ട്, 15 വയസ്സുള്ള മോളും ഉണ്ട്. ഇവൻ ഒരു നിക്കർ ഇട്ടുകൊണ്ട് വരും സ്വന്തം പെങ്ങളുടെ മുന്നിലൂടെ. പ്രായപൂർത്തിയായ 15 വയസ്സുള്ള പെണ്ണിന്റെ മുന്നിലൂടെ നിന്റെ മോൻ നിക്കർ ഇട്ടുകൊണ്ട് നടക്കും. സുബ്ഹാനല്ലാഹ്. നീ വല്ലതും പറയാറുണ്ടോ വാപ്പ? നിന്റെ മോള് റോഡിൽ ഇറങ്ങിയ ഓള് ഫർദയിടും. വീട്ടിൽ പോയാൽ നൈറ്റ് ഡ്രസ് തോറ്റുപോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്ക്, നിങ്ങളുടെ മക്കളുടെ മുന്നിലൂടെ കൂടപ്പറപ്പിന്റെ മുന്നിലൂടെ തുറന്നിട്ടുകൊണ്ട് നടക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് കൂടപ്പറപ്പല്ലേ ഉസ്താദെ? എന്താ കൂടപ്പറപ്പിന് കാണാന്ന് നീ എവിടുന്നാ പഠിച്ചേ? കൂടപ്പറപ്പിന് എന്താ? കൂടപ്പറപ്പിന് നിന്റെ സഹോദരിക്ക് നിന്റെ ഔറത്ത് കാണാവോ? നിന്റെ സഹോദരന് നിന്റെ ഔറത്ത് കാണാവോ? ഇതെവിടുന്ന് പഠിച്ചു നീ? അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞു? നിന്റെ ഉമ്മാടെ കാണാവോ? നിന്റെ ഉമ്മാടെ ഔറത്ത് നിനക്ക് കാണാവോ? നിന്റെ വാപ്പയുടെ ഔറത്ത് നിനക്ക് കാണാവോ? എന്താ നീ ദീനിനെ കുറിച്ച് ചിന്തിച്ചിരിക്കണേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ എന്ന് വന്ന 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ. കാരണം 7-ാം വയസ്സിലാണ് നിസ്കരിക്കാൻ കൽപ്പിക്കണ്ടേ. അപ്പൊ പ്രായപൂർത്തിയാകാത്ത ചെറിയ മക്കൾ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ കയറരുത്. ഖുർആൻ, ഞാൻ പറയുകയല്ല, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ 10 വയസ്സിന് താഴെ പ്രായമുള്ളവൻ പോയി നിന്നിട്ട് ചോദിക്കണം, മാ ഞാൻ കയറി വരട്ടെ? മാമോനെ എന്ന് പറഞ്ഞാൽ കയറണം, ഇല്ലെങ്കിൽ പാടില്ല. അല്ലാഹു പറയുകയാ. ഏത് സമയം? 1 സുബഹിക്ക് മുമ്പുള്ള സമയം, 2 ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം, 3 രാത്രിയിൽ വായും തുറന്നിരിക്കുക. അതെന്തേ അല്ലാന്നില്ലേ? നമ്മൾ ചിന്തിക്കണത് എന്താ? ഈ 3 സമയത്തിന്റെ പ്രത്യേകത എന്താ? ഒരു ഉദാഹരണം പറയാം. രാത്രി കിടന്നുറങ്ങുമ്പോ ആണുങ്ങളൊക്കെ ഒരു മുണ്ടുടുത്തിയിട്ട് കിടന്നുറങ്ങും. നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോൾ നല്ലപോലെ മുണ്ടൊക്കെ അങ്ങോട്ട് ഉടുത്തിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങും. പടച്ചവനെ ട്രെയിൻ പോകുന്ന പോലെ ചിലരൊക്കെ കൂർക്കം വലിയൊക്കെ നല്ല വലിയ. പടച്ചവനെ ഇന്നലെ ട്രെയിനിൽ വലിക്കണ വലിയട്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നി. പോട്ടെ, ഞാൻ അദ്ദേഹത്തിന്റെ ഇറച്ചി തിന്നല്ല. നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോൾ മുണ്ടുടുത്തിയിട്ട് കിടന്നുറങ്ങും. രാവിലെ 5 മണിക്ക് 4:30 ചാടി എഴുന്നേൽക്കുമ്പോ ആദ്യം തരേണ്ടത് ഈ മുണ്ട് എവിടാണ്. അവനിപ്പോഴും സീന ചിന്തിക്കുന്നുണ്ട്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ തിരയുന്നത് മുണ്ട. അല്ലാഹുവേ, ആ സമയത്തെങ്ങാണം മക്കള് വീട്ടിൽ കയറി വന്ന എന്താ പറയാ, ഗോവ കടപ്പുറം ഓർമ്മ വരും. സായിപ്പ് അടക്കണ പോലെ വാപ്പ അടക്കണേ. നിങ്ങൾ ചിന്തിക്ക് സഹോദര. എടാ, ഒരു 5 വയസ്സുകാരൻ, ഒരു 10 വയസ്സുകാരൻ പോകട്ടെ, 50 വയസ്സുള്ള നിനക്ക് നിന്റെ ഉമ്മാടെ ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നുവോ? ഒന്നും തോന്നില്ല. വാപ്പാടെ ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നുമോ? തോന്നില്ല. എന്നാലും അല്ല പറഞ്ഞു കാണണ്ട. അല്ല പറഞ്ഞ് കാണണ്ട എന്ന്. നമ്മളോ സ്വന്തം പ്രായപൂർത്തിയായ മകള് ഔറത്ത് കാണുന്ന വസ്ത്രം ധരിച്ച് നടക്കുമ്പോ, ഉമ്മ നിനക്ക് കണ്ണില്ലേ? ഉമ്മ നിനക്ക് കണ്ണില്ലേ? ഉമ്മ നിക്കറും ഇട്ടുകൊണ്ട് ബെറുമ്പൂടയും ഇട്ടുകൊണ്ട് ഔറത്ത് കാണിക്കുന്ന വസ്ത്രവും ഇട്ടുകൊണ്ട് നിന്റെ മകൻ നടക്കുമ്പോ
അവന്റെ തലയ്ക്കൊന്ന് കൊടുത്തിട്ട് ഇവിടെ വേറെ പെണ്ണുങ്ങളുണ്ടടാ, ഇനി മേലാൽ ഇങ്ങനെ നടക്കരുത് എന്ന് പറയാത്ത വാപ്പ, നീ കാത്തിരുന്നോ, നാളെ നിന്നെ റബ്ബ് കൊണ്ടുവരും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ വിഭാഗമാരാ, അള്ളാഹുവേ ഓരോ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റവരാണ്, അതിനകത്ത് വീഴ്ച വരുത്താൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം പെണ്ണ് ഹിജാബ് ധരിക്കണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ അവിടെന്ന് ഹിജാബ് ധരിക്കണമെന്നാണ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, ധരിക്കാറുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞില്ല, ഒരു കാലഘട്ടം വരും അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അന്ന് പടച്ചവരെ ജനങ്ങൾ ആദരിക്കുന്ന, ജനങ്ങളെ ബഹുമാനിക്കുന്ന ചെല്ലി വലിയ ആൾക്കാരുണ്ടല്ലോ, ഹജ്ജ് ചെയ്തവര്, ഉംറ ചെയ്തവര്, പടച്ചവനെ പള്ളി പരിപാലിക്കുന്നവർ, എല്ലാവരും ബഹുമാനിക്കുന്ന ചിലരിങ്ങനെ വണ്ടിയിൽ വന്ന് പള്ളിയുടെ മുന്നിലിറങ്ങുകയാണ്. താടിയുള്ളവനും തഴമ്പുള്ളവനും വണ്ടിയുടെ ഫ്രണ്ടിലെ വാതിൽ തുറന്ന് വെളിയിലിറങ്ങുമ്പോ പിൻസീറ്റിലിരുന്ന് ഇറങ്ങുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കോലം കണ്ട, ഔറത്ത് മറയ്ക്കാത്ത ഭാര്യ, ഔറത്ത് മറയ്ക്കാത്ത മക്കള്, ഇങ്ങനെ ഒരു കാലം വരാതെ ലോകത്ത് ഇടിത്തി വീടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, താടിയും തഴമ്പുമുള്ള ഉപ്പ എന്ന് പറഞ്ഞു നടക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന ഉപ്പയോട് ചോദിക്കുകയാ, നിനക്ക് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയാൻ അർഹതയില്ല, നിനക്ക് ഹിജാബിനെ കുറിച്ച് പറയാൻ അർഹതയില്ല. കാരണം നിന്റെ ഭാര്യ ഹിജാബ് ധരിക്കാറില്ല, നിന്റെ മക്കളെ ഹിജാബ് ധരിക്കാറില്ല. പടച്ചവനെ, കർണാടകയുടെ സ്കൂളിൽ നിങ്ങൾ കണ്ടതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിം പെൺകുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോ ഹിജാബ് ഇട്ടുകൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഹിജാബ് ഊരിയിട്ട് പരീക്ഷയ്ക്ക് കയറുന്ന പെൺമക്കളെ കാണാ. എങ്കിലും പടച്ചവരെ, ഈ ഹിജാബ് ഊരിയിട്ട് എനിക്ക് പഠിക്കണ്ട, എനിക്ക് പരീക്ഷ എഴുതണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന പെൺമക്കളെയും നമുക്ക് കാണാം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ, അബൂജഹൽ മരുഭൂമിയിൽ മലർത്തിക്കിടത്തിയിട്ട് സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ, പഠിക്കണം ചെറുപ്പക്കാരാ, എടാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീക്കകത്തേക്ക് തലകീഴായി കെട്ടി നിർത്തിയിട്ട് ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് അതാ തീക്കകത്ത് കിടന്ന് വേദനിക്കുമ്പോ, ശരീരം മുഴുവനും തീ കത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് വെളിയിലേക്ക് തെള്ളിയിട്ടു, ശരീരത്തിലെ മണ്ണുവാരി ഇട്ടുകൊണ്ട് തന്റെ ഭർത്താവിന്റെ ശരീരത്തിലെ തീയണച്ചു. ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് സുമയ്യ എന്ന് പറയുന്ന മഹദി വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദു, ഇവന്മാര് നമ്മളെ കൊന്നാലും നമ്മൾ അല്ലാഹുവിനെ വലിച്ചെറിയരുത്, ഇവന്മാര് തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ അല്ലാഹനെ മറക്കല്ലേ, അല്ലാഹനെ മറക്കല്ലേ. മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിന് ധൈര്യം കൊടുക്കുന്ന ഭാര്യ. അപ്പോഴാണ് അബൂജഹൽ അതാ സുമയ്യ ബീവിയെ ചവിട്ടി താഴെയിടുകയാണ്. അതാ പുറകിലൂടെ അതാ അവിടെ നിന്ന് അമ്പ് കുത്തിയിറക്കിയിട്ട് സുമയ്യ ബീവി മരുഭൂമിയിലേക്ക് വീണപ്പോ കാലെടുത്തിട്ട് സുമയ്യ ബീവിയുടെ തലയിൽ ഇങ്ങനെ ചവിട്ടി പിടിക്കുമ്പോ ആ പടുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിലേക്ക് തല ഇങ്ങനെ താഴുമ്പോ അപ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദു, അല്ലാഹു വഹദു. സുമയ്യ ബീവിയെ മലർത്തിക്കിടത്തിയിട്ട് തന്റെ ഗുഹ്യഭാഗത്തേക്ക് പഠിപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്ത് നിന്ന് പച്ചയിറച്ചി ഇങ്ങനെ കുത്തിവലിക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദു. എന്റെ പ്രിയപ്പെട്ടവരെ, 6-ാം നൂറ്റാണ്ടിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ, അവരുടെ പിൻഗാമികൾ എന്നുമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളുണ്ടല്ലോ, ശരീഅത്തിന്റെ നിയമങ്ങളുണ്ടല്ലോ. ആ നിയമങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് എനിക്കിവിടെ ഒന്നും വേണ്ട, അല്ലാഹനെ മറന്നിട്ട് ഇവിടെ എനിക്കൊന്നും വേണ്ട,
എന്ന് പറയുന്ന സുമയ്യ ബീവിയെ പോലെ ഒരുപാട് സുമയ്യമാര് എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഉമ്മത്തിലുണ്ട്. അവരെയാണ് കണ്ടുപഠിക്കേണ്ടത്, അവരെയാണ് കണ്ടുപഠിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നാട് നന്നാക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് നീ നിന്റെ കുടുംബം നന്നാക്ക്. ആദ്യം നിന്റെ വീടിന്റെ അകത്ത് നിസ്കാരം വരട്ടെ. ആദ്യം നിന്റെ വീടിന്റെ അകത്ത് ഔറത്ത് മറയ്ക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാകട്ടെ. റോഡിലൂടെ നടക്കുമ്പോ ഔറത്ത് തുറക്കുന്ന സ്വഭാവം മാറട്ടെ. നിനക്ക് നിന്റെ മക്കളെ ഉപദേശിക്കാൻ അർഹതയില്ല. കാരണം നീ നേരെയായിട്ട് വേണം നിന്റെ മക്കളെ ഉപദേശിക്കാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്, അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കാ പറഞ്ഞതല്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നാണം കെട്ട് വരുന്ന രണ്ടാമത്തെ വിഭാഗമാരാ സഹാബാ. وإنها آمنه وإنها يوم القيامة خزيا ونداما. രണ്ടാമത്തെ വിഭാഗം അവരാട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നവരാട്, ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ പിഴവ് വരുത്തുന്നവരാട്. മൂന്നാമത്തെ വിഭാഗമാരാ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ. മൂന്നാമത്തെ വിഭാഗമാരെന്നറിയുവോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ. പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അൽ മുഹമ്മദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, തജിദു ഫീ ശർരിന്നാസി യൗമൽ ഖിയാമ. ജനങ്ങളിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ടവനാരാ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഖാലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തജിദു മിൻ ശർരിന്നാസി യൗമൽ ഖിയാമത്തി ഇൻദല്ലാഹി ദിൽ വജ്ഹൈൻ അല്ലദീ യഅതി ഹൗലാഇ ബിവജ്ഹിൻ വഹൗലാഇ ബിവജ്ഹിൻ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ച മൂന്നാമത്തെ വിഭാഗമാരാ? ജനങ്ങളിൽ ഏറ്റവും നശിച്ചവൻ, ജനങ്ങളിൽ ഏറ്റവും നശിച്ചവൻ രണ്ട് മുഖമുള്ളവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ഇവിടെ ആളുപേര് കൂടി നിൽക്കുന്നു, അവരുടെ കൂടെ നിന്നിട്ട് പറയും ഞാൻ നിങ്ങളുടെ കൂടെയാണ്. അങ്ങോട്ട് മാറി നിന്നിട്ട് പറയും അവരുടെ കൂടെ കൂടിയിട്ട് പറയും ഞാൻ നിങ്ങളുടെ കൂടെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന വിഭാഗമുണ്ടല്ലോ. റസൂലുള്ളാഹി അൻ അമ്മാർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന ലഹു വജ്ഹാനി ഫിദ് ദുനിയാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനൻ നാർ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെ ജനങ്ങൾ മുഴുവനും നിൽക്കുമ്പോ അതാ നാക്ക് രണ്ട് നാക്കുകളാണ്. രണ്ട് നാക്കുകൾ തീയുടെ നാവുകള്, തീയുടെ നാവുകള് നരകത്തിലെ തീയുടെ നാവുകളുമായിട്ട് നാവിങ്ങനെ കത്തിപ്പടരുകയാണ്. മുഖത്ത് മാംസങ്ങളില്ലാതെ പുഴുത്ത് നാറിയ പോലെ പരലോകത്ത് കടന്നു വരുന്ന ഒരു വിഭാഗമുണ്ട്. അവരാരെന്നറിയോ? തമ്മിലടിപ്പിക്കുന്നവരാ, യേശുനി പറയുന്നവരാ. പടച്ചവനെ, കൂട്ടുകാരുടെ ഇടയിലോ കുടുംബക്കാരുടെ ഇടയിലോ മഹല്ലുകളിലോ, പടച്ചവനെ ഭാര്യ ഭർത്താക്കന്മാരുടെ നടുവിലോ സഹോദരന്മാരുടെ നടുവിലോ പരസ്പരം ആവശ്യമില്ലാത്തത് പറഞ്ഞു പരത്തികെട്ട് തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കുന്ന ശവം തിന്നി ഉറുമ്പുകളെ പോലെ ചിലരുണ്ടല്ലോ. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അങ്ങനെ ഉള്ളവരെ നിങ്ങളെ ഭയക്കട്, അങ്ങനെ ഉള്ളവരെ നിങ്ങളെ ഭയക്കട്. വാട്സപ്പിൽ ഒരു വാർത്ത വരുമ്പോ ഏതെങ്കിലും ഒരു നിന്നോട് ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറയുമ്പോ അത് പറഞ്ഞു പരുത്തുന്നതിന് മുമ്പ് നീ അതിന്റെ സത്യാവസ്ഥയെന്ന് മനസ്സിലാക്കട്, അല്ലാതെ പറയല്ലേ. അല്ലാഹു പറഞ്ഞതെന്തെന്നറിയോ? യാ
അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചവര്, ഇൻ ജാഅകുൻ ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, അവന് തഴമ്പ് കാണാം, അവന് താടി കാണാം, അവന് ഹജ്ജ് ചെയ്തവനാകാം, അവൻ ഇമാമാകാം, അവൻ പ്രവാസകനാകാം, അല്ലാഹുവേ ആരുമാകട്ടെ, ഇൻ ജാഅകുൻ ഫാസിഖുൻ, ഒരു വൃത്തികെട്ടവൻ നിന്റെ അടുക്കൽ വന്ന് ആരെയെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നാ നീ അത് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ, പരസ്യപ്പെടുത്തല്ലേ, സത്യം മനസ്സിലാക്കാതെ പറയല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുമ്പോ വായിക്കകത്ത് കൈവച്ച് കടിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, രണ്ട് മുഖം. ഹാജിയാരെ കാണുമ്പോൾ പറയും, ഹാജിയാരെ നിങ്ങൾ അല്ലാഹ് പടച്ചവനെ, നിങ്ങൾ വലിയ ആളാ, അല്ലാഹ് നിങ്ങളെ പോലൊരു നല്ല മനുഷ്യനുണ്ടോ, അല്ലാഹുവേ നിങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനം. അങ്ങോട്ട് തിരിഞ്ഞിട്ട് പറയും, നക്കി ഇവനെ കാര്യം വലിയ. രണ്ടു മുഖം. കാണുമ്പോ ഇവിടെ കൂടും, അങ്ങോട്ട് മാറുമ്പോ അങ്ങോട്ട് ഇതാ. ചിലരുടെ സ്വഭാവം അങ്ങനെ, ഭാര്യയും ഭർത്താവിനിടയിൽ കയറിയിട്ട് അങ്ങോട്ട് തമ്മിലിടിപ്പിക്കും, കൂടപ്പുറപ്പുകൾ, കൂട്ടുകാർ. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ല പറയുകയാ, നിങ്ങൾ പേടിക്കണം സഹോദര, താടിയും തഴമ്പിലൊന്നും ഒരു കാര്യമില്ല. ഇറച്ചി തിന്നുന്നത് പള്ളിയുടെ പടിയിൽ ഇരുന്നിട്ടാ. അള്ളാഹുമാറാകട്ടെ. പള്ളിയുടെ പടിയിൽ ഇരുന്നിട്ട് തിന്നണാക്കല്ലേ. ഇങ്ങനെയുള്ള സാധനങ്ങളെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കണം. ഏതൊരു കാര്യം കേൾക്കും, കാള പറ്റൂ എന്നറിയുമ്പോ കയറെടുക്കരുത്. ഷെയർ ചെയ്തിട്ട് ആലോചിക്കണം, കാള പ്രസവിക്കത്തില്ലല്ലോ. ആദ്യം ചിന്തിക്കേണ്ടത്, ഒരു കാര്യമോ ഒരു വാർത്തയോ അറിയുമ്പോൾ അതിന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കണം, കൺഫേം ചെയ്യണം. ഒരു കഥ പറഞ്ഞുതരട്ടെ. മഹാനായ സയ്യിദുന അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഇങ്ങനെ വീട്ടിലോട്ട് പോകുകയാണ്. ഒക്കെ മടുത്തു തുടങ്ങിയ ഇടയ്ക്കിടയ്ക്ക് വാച്ചി നോക്കുന്നു, അല്ലാ 10:15 ജുമാഅത്തല്ലേട്ടാ, ഉസ്താദ് 10:30 നിർത്താമെന്ന് പറഞ്ഞു, ഇപ്പം ചവിട്ടിയാലേ 10:30 നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ വാച്ചി നോക്കണേ. നിർത്താറായ ഇത്തിരി കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്ക്. ഇത്തിരി കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്ക്. ആ ബക്കറ്റ് വിരിവുണ്ടോ? ആ ബക്കറ്റ് എടുത്തോ. ഈ പൊക്കിയ കൈ പോക്കറ്റ് ഇട്ടിട്ട് ഇത്തിരി പൈസ എടുത്തിട്ട് നിന്നെ സ്വന്തം രക്ഷ നോക്ക്. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന എല്ലാവരും അൽഹംദുലില്ലാ ഒരു നല്ല ലക്ഷ്യത്തോടു കൂടി വെച്ച ഒരു നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാ എല്ലാവരും മനസ്സറിഞ്ഞിട്ടൊരു സദക്ക എടുക്കുക. അല്ലാഹുവേ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. 3-4 വയസ്സുള്ളൊരു കുട്ടി മംഗലാപുരത്ത് ഹോസ്പിറ്റലിലാണ്. ഉപ്പ വിളിച്ചിട്ട് കരയുന്നു, ഷുഗർ എങ്ങാണ്ടുണ്ടെന്ന്. ഉസ്താദെ 400 എങ്ങാണ്ട, എന്റെ കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ, ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ആരെല്ലാം ഈ ബക്കറ്റിന്റെ അകത്ത് പൈസ ഇടുന്നു, മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ അല്ലാഹുവേ ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ ഈ നൽകുന്ന സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ ശരീരത്തിന്റെ ഭാഗങ്ങൾ കീറി മുറിക്കുന്ന, കൈകാലുകൾ വെട്ടി മുറിക്കുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. പടച്ചവനെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഭാര്യയും മക്കളും കുടുംബക്കാര് നോക്കി മടുത്തു മരിച്ചാ മതി റബ്ബേ എന്നാഗ്രഹിക്കുന്നവരവസ്ഥ വരെ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. ഏതെങ്കിലും ക്യാൻസർ പോലെ ട്യൂമർ പോലെ മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ ചെയ്യുന്ന സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ. ബക്കറ്റ് കൊണ്ടുപോണ കാക്ക സ്പീഡ് കുറച്ചോ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കിട്ടുന്ന അവസരം എല്ലാത്തിന്റെ മുന്നിൽ നിന്ന് പൈസ മേടിച്ചോ. നിങ്ങളുടെ മോളെ കെട്ടിക്കാനല്ല, അതുകൊണ്ട് അൽഹംദുലില്ലാ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ഇതേ വഴിയുള്ളൂ.
മുസാഫത്തൊക്കെ തങ്ങന്മാരാ ഉസ്താദ്, ഞാൻ മുത്തല്ലിമ, മുസാഫത്തൊന്നും ഇല്ല, അതിനകത്ത് ഇട്ടോ ഇൻഷാ അല്ലാഹ്, എല്ലാരും പൈസ ഇട്ടോളി, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതൊക്കെ തങ്ങന്മാരും സയ്യിദന്മാരും, നമ്മള് പാവങ്ങള്. കേട്ടോ നോക്ക്, ചെറുപ്പക്കാരാ മോനെ, വല്ലതും കാണുമ്പോ ചാടുന്നതിന് മുമ്പ് ചരിത്രം കേട്ടോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ രാത്രി ഇങ്ങനെ വരിക, രാത്രി ഇങ്ങനെ താമസിച്ച് ഇങ്ങനെ വരുമ്പോ തലയിൽ തുണിയിട്ടിട്ട് ഒരാളിങ്ങനെ പതുങ്ങി പതുങ്ങി പോകുന്നു. തലയിൽ തുണിയിട്ടിട്ട് ഒരാളിങ്ങനെ പതുങ്ങി പതുങ്ങി പോകുന്നു. ഈ രംഗം കാണുമ്പോ തന്നെ അറിയാം അതൊരു നല്ല പോക്കല്ല. ആ രംഗം കാണുമ്പോ തന്നെ അറിയാം ഇതൊരു നല്ല പോക്കല്ല. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, അല്ലാഹ് ഉമർ രാജ്യം ഭരിക്കുമ്പോ ഇവൻ എവിടെ പോണല്ല? ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, ഈ രാജ്യം ഭരിക്കണം, ഉമർ രാജ്യം ഭരിക്കണം. ഈ രാത്രിയിൽ ഇവൻ പതുങ്ങി പതുങ്ങി പോകുന്നില്ല, എവിടെ പോവാ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകെ പോയി. ആരാണെന്ന് മനസ്സിലാവണില്ല, എവിടെ പോണെന്ന് അറിയണമല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പുറകെ പോയി. ഇങ്ങനെ പോയി 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 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, ഒരാരുമില്ലാത്ത ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വീടിന്റെ മുന്നിലെത്തി. ആരും അടുത്തെങ്ങും വേറെ ആരുമില്ലാത്ത ഒരു വീടിന്റെ മുന്നിലെത്തി. അബൂ തൽഹ റളിയല്ലാഹു തആല ഇങ്ങനെ മാറി നോക്കി, ആരാ അവനെ പൊക്കണമല്ലോ പിടിക്കണമല്ലോ. അബൂ തൽഹ റളിയല്ലാഹു തആല ഇങ്ങനെ പതുങ്ങി പതുങ്ങി പോയി നോക്കുമ്പോ വീടിന്റെ അകത്ത്, വീടിന്റെ മുന്നിൽ പോയിട്ട് അനുവാദം ചോദിച്ചില്ല. വീടിന്റെ മുമ്പിൽ പോയി അനുവാദം ചോദിക്കണമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി, അതൊക്കെ പറ നബിയിന റസൂലുള്ളാഹി. വീട്ടിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണ്ടേ? ചോദിക്കണോ? എങ്ങനെ? അതിന് നിയമമുണ്ട്. നേരെ പോയിട്ട് ചാടി കയറി പോകാൻ പാടില്ല.